കടലക്ക് ലിറ്റർ കണക്കിന് വെള്ളം ഒഴിച്ചേക്കാം. ഒരാൾക്ക് ഇഷ്ടം പോലെ വെള്ളം വേണ്ട. ഇന്ന് ചോറുണ്ടില്ലേ? അപ്പൊ ഉച്ചക്ക് ചോറുണ്ടെന്ന് പറഞ്ഞോ? ഉണ്ടെന്നേ. ഇത് ഞാൻ ഇന്നലെ ഒഴിച്ച വെള്ളമല്ലേ? എന്നാ അപ്പ ഒഴിച്ചേ. അപ്പൊ ഇത് വാർത്തില്ലേ? പഴയകഞ്ഞി കഴിച്ചു. അപ്പൊ അരിയായിട്ടായിരുന്നു, നീ അരി പെറുക്കി തിന്നേനെ അല്ലേ? ഓ എന്റെ പൊന്ന്, ഇതൊന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക, ക്ലിപ്പിടുക, അത്രയും ചെയ്താ പറയുന്നു. ആണല്ലേ? അപ്പൊ ഞാൻ ഇന്നും പഴയകഞ്ഞി ഇവിടെ വെച്ചേക്കാം. എന്റെ പൊന്ന് തങ്കക്കിടവേ, ഈ കടലക്കറി ഉണ്ടാക്കി വെക്കാൻ പറ്റായിരുന്നോ? കടല പോകത്തില്ല. ആണല്ലേ? പോത്തില്ല, വേണ്ട, ഉണ്ടാക്കാറുന്നല്ലോ. എന്ത് ഉണ്ടാക്കിയില്ല? അപ്പൊ ഉച്ചക്ക് രാവിലെ 12 മണിയായപ്പോ കഴിച്ച, പിന്നെ കഴിച്ചില്ല? കുക്കിംഗ് വ്ളോഗ് ജസ്റ്റ് കുക്ക് ചെയ്യും. ഞാൻ വ്ളോഗ് ഒത്തിരി ആൾക്കാർ ഫാൻസ്, ജസ്റ്റ് മോഹന്റെ ഫാൻസ് ചോദിക്കുന്നു, ജസ്റ്റിൻ ചേട്ടായി കൊണ്ട് കുക്ക് ചെയ്യിക്കോ എന്ന്. ഇവരോട് എന്ത് പറയും? ജസ്റ്റ് ചെയ്യും, ഞാൻ പിടി പിടിച്ചോളാം. നല്ല കണ്ടന്റ് ആയിരിക്കും. എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. ചിക്കൻ കറി എടുത്തു വെക്കാൻ പറ്റാന്നോ? അല്ല വെക്കാല്ലോ. ഇവരിപ്പോ നോക്കുമ്പോ ചിക്കൻ ഒന്നും വേണ്ട, ജസ്റ്റ് കടലക്കറിയോ. ചിക്കൻ ചിക്കൻ വെച്ചിട്ടുണ്ട്, ബീഫ് വെച്ചിട്ടുണ്ട്, പിന്നെ ഫിഷ് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നൊക്കെ വെച്ചിട്ടുണ്ട്? എന്നാ വെക്കാത്തത്? ഫിഷാ? ആകെ എപ്പോഴൊക്കെ 1-2 ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ഫിഷ് എപ്പോഴാണോ എന്ന് എനിക്കൊന്നും അറിയാൻ മേല. ഉണക്കമീൻ കറി വെച്ചിട്ടുണ്ട്. ഈ നോയമ്പ് തുടങ്ങാൻ നേരേ എല്ലാ ക്രിസ്ത്യൻസിന്റെ വീട്ടില കടലക്കറി, സോയാബീൻ. എന്തിനാ നീയൊക്കെ നോയമ്പ് എടുക്കുന്നല്ലേ? കപ്പ, അതെ, കുറച്ച് കപ്പ ഇരിപ്പുണ്ടേ. കടലക്കറി ആക്കി കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും. നാളെ ബ്രേക്ക്ഫാസ്റ്റ്, നാളെ രാവിലെ പള്ളിയിൽ പോകും അല്ലേ? പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് കടലക്കറി കൂട്ടിയ കപ്പ എന്താ കഴിച്ചു? അച്ചാർ കൂട്ടി ഇപ്പൊ വേണോ? ഞാനിപ്പോ കടയൊന്നും പൊട്ടിക്കാൻ പോയി കിടക്കാൻ പോകുന്നു. അച്ചാർ കൂട്ടണ്ട, അച്ചാർ കൂട്ടുന്ന അഴുക്ക മതി ഈ വീട്ടിൽ. ഇനി നോർ അച്ചാർ കേട്ടോ. ഇനി വിമൻസ് ഡേ ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല. സാധനം എന്തെങ്കിലും തന്നെ ഞെട്ടിക്കുന്നതാണല്ലോ. എന്താ മോനെ? എവിടെ ഇടിച്ചേ? പോട്ടെ പോട്ടെ. ഇതെന്താണ്? കൈ ഇടിച്ചതോ? ഇതെന്നാടി? ഏത് ഇതാണോ ഫേക്ക്? കൈ ഇടിച്ചതോ? അയ്യോ താങ്ക് യു. ഇതെന്തിന്റെ ഗിഫ്റ്റാ? എലിസബത്തിന്റെ ഗിഫ്റ്റോ? ഇന്ന് എന്തുവാന്നറിയോ? വിമൻസ് ഡേന്റെ ഗിഫ്റ്റ് ആണോ? താങ്ക് യു ജസ്റ്റി. ഈ പ്രാവശ്യം നാട്ടിൽ കൊണ്ടുപോയി ഇതിന്റെ വേറെ ഫ്ലേവർ ആണ്, പൊട്ടിച്ച് എനിക്ക് തീർത്തത്. നോക്കട്ടെ ആരാ എലിസബത്ത്? നോക്കട്ടെ. താങ്ക്സ് കേട്ടോ. ഞാൻ നോക്ക വേണം. ബ്ലറി ആണ്. എലിസബത്ത് ആഡന്റെ ആഷിനെ ഉറങ്ങി. ഫിഫ്ത്ത് അവന്യൂ. താങ്ക് യു എലിസബത്ത് ആഡൻ. അമ്മ ഹെൽപ്പ് ചെയ്യട്ടെ? Come, give me. Jada, put that. I got 0 luck. Jada, give me. Amma can help you. I am old. Who told you I am old? What? I want to help you. Okay. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ മാർച്ച് 8-ാം തീയതി. അതെങ്ങനെ മാർച്ച് 8-ാം തീയതി ഓർത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അന്നായിരുന്നല്ലോ വിമൻസ് ഡേ. അന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. ഇതെന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനീ കണ്ടിട്ട് ഏതെങ്കിലുമൊക്കെ കെട്ടിയന്മാർക്ക് സ്വന്തം ഭാര്യമാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നിയാലോ? ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയാണെന്നേ. ഞങ്ങൾക്ക് ഇച്ചിരി ഒരു ഗിഫ്റ്റ്, ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ആയാലും മതി. അതിന് വലിയ വലിപ്പവും വിലയും ഒന്നും കുഴപ്പമില്ല. അതിപ്പോൾ ഒരു നെയിൽ പോളിഷോ തലയിലിടുന്നൊരു ക്ലിപ്പൊക്കെ ആയാൽ മതിയെന്നേ. നമുക്ക് സർപ്രൈസ് ആയിട്ടൊരു സാധനം കിട്ടുമ്പം എന്ത് സന്തോഷമോ അല്ലേ? അപ്പോൾ എങ്ങനെയാ
കൊടുക്കുമല്ലേ? പൂവേ ആഗ്രഹിച്ചുള്ളൂ. പൂക്കാലം തന്നെ വന്നല്ലോ. ജസ്റ്റ് ഇടയ്ക്ക് ഞാൻ കിച്ചണിലൊക്കെ ഇരിക്കുമ്പോ വന്നിരിക്കണോന്ന് ആഗ്രഹിച്ചത്. നല്ല പപ്പടം. ആണോ? ദേ വന്നിരിക്കുന്നു ഒരുത്തനൂടെ. Papa, you told us to throw these, right? അമേരിക്കയുടെ ബ്രാൻഡ് അല്ല കേട്ടോ, മെയ്ഡ് ഇൻ സ്പെയിൻ. എലിസബത്ത് ആണ്. Then ask the Soji Papa.